മൂന്നാമതായൊരു കാര്യം, ഒരാളെ നാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നബി തങ്ങൾ മൂന്നാമതായി പറയാൻ ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി. ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, സ്വയം വലിയവനാണെന്ന് കരുതുക. എനിക്കിങ്ങനെ തോന്നുകയാണ് ഇപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ ആളാണ്. ഇതൊരാളെ നാശത്തിന്റെ തുടക്കമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ വലിയ ആളാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്. ആരെ കണ്ടാലും അയാളെക്കാളും ചെറിയ ആളാണെന്നാ വിചാരിക്കേണ്ടത്. ഒരു ചെറിയ കുട്ടിയെ കണ്ടാൽ ഗസാലി ഇമാം പറയുന്നുണ്ട്, വഇൻ റഅയ്ത സഗീറൻ, ഒരു ചെറിയ കുട്ടിയെ നീ കണ്ടാൽ നീ നിന്റെ മനസ്സിൽ പറഞ്ഞോ ഹാദാ ലം യഅസില്ലാഹ്, റബ്ബേ ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ചെറിയ മോനാണല്ലോ, തെറ്റ് സംഭവിച്ചിട്ടില്ലല്ലോ. വഅന അസൈതുഹു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഫലാ ശക്ക അന്നഹു ഖൈറും മിന്നീ, ഒരു സംശയവും വേണ്ട, എന്നെക്കാൾ ഖൈർ ഈ ചെറിയ മക്കളാണ്. അവർ ചെയ്ത തെറ്റ് പോലും രേഖപ്പെടുത്തുന്നില്ല. ഞാൻ എത്ര തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ എത്ര തെറ്റാണ് ചെയ്തിട്ടുള്ളത്. എന്നെക്കാൾ ഖൈർ ചെറിയ മക്കളാണ്. ഇനി നീ വലിയൊരാളെ കണ്ടു, നിന്നെക്കാൾ പ്രായമുള്ള ഒരാളെ കണ്ടാൽ അപ്പോഴും നീ വിചാരിക്കേണ്ടത് എന്താണ്? പടച്ചോനെ അതാ ഖൈറും മിന്നീ, ഈ പ്രായമായ ആളാണ് എന്നെക്കാൾ ഖൈർ. അബദല്ലാഹ ഖബ്ലി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത ആളാണല്ലോ ഇദ്ദേഹം. എന്നെക്കാൾ കൂടുതൽ റമദാൻ കിട്ടിയ ആളാണല്ലോ, എന്നെക്കാൾ കൂടുതൽ ദുൽഹിജ്ജ കിട്ടിയ ആളാണല്ലോ, എന്നെക്കാൾ കൂടുതൽ ഖുർആൻ ഓതിയ ആളാണല്ലോ. അപ്പൊ ചെറിയവർക്ക് വലിയവരോട് ആദരവ്, വലിയവർക്ക് ചെറിയവരോട് ആദരവ്. ഒരു ആലിമിനെ കാണുമ്പോ ഒരു ആലിമല്ലാത്ത ആളെ മനസ്സിലുണ്ടാവേണ്ട വിചാരം എന്താണ്? പടച്ചോനെ അയാൾക്ക് നീ ഒരുപാട് ഇൽമ കൊടുത്തിട്ടുണ്ട്, അത് എനിക്ക് തന്നിട്ടില്ല. അയാൾക്ക് കിട്ടിയ ഇൽമ കൊണ്ട് അയാൾ ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ടാവും. എനിക്കറിയാത്തോണ്ട് ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയാത്തോണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്നെക്കാളും വലുത് മൂപ്പർ തന്നെയാണ്. ഒരു ആലിമ് സാധാരണക്കാരനെ കാണുമ്പോ ചെയ്യേണ്ട എന്താണ്? സാധാരണക്കാരായ ഒരാളെ കാണുമ്പോ ഒരു ആലിമിന്റെ മനസ്സിലുണ്ടാവേണ്ട വിചാരം എന്താണ്? പടച്ചോനെ ഹാദാ അസല്ലാഹു തആല ബിജഹ്ലിൻ, അയാള് തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ വിവരമില്ലാത്തോണ്ട് ചെയ്യാണ്. ഞാനോ വാന അസൈതുല്ലാഹ ബിഇൽമിൻ, ഞാൻ വിവരം ഉണ്ടായിട്ടാണല്ലോ പടച്ചോനെ തെറ്റ് ചെയ്യണത്. ഫഹുജ്ജത്തുല്ലാഹി തആല അലയ്യ അക്ബറു, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ കിട്ടുമ്പോ ന്യായം പറയാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ആ സാധാരണക്കാരൻ ചിലപ്പോ എനിക്ക് വിവരമില്ലേനി എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. അപ്പൊ എന്നെക്കാളും വലുത് അയാൾ തന്നെയാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോ എല്ലാവരും നമ്മളെക്കാളും ഉഷാറാണ്, നമ്മളെക്കാളും ഉഷാറാണ്. ചില ആൾക്കാർ സുബഹിക്ക് പള്ളിക്ക് വരും, സുബഹി ജമാഅത്ത് നേരത്തായിട്ടും പള്ളിയിൽ വരും. പള്ളിയിൽ വരുമ്പോ തന്നെ അയാളെ മനസ്സിലുള്ള ചിന്ത എന്താ അറിയോ? പള്ളിന്റെ അയലോകത്തല്ലേ ഇയാളുള്ള, ജമാഅത്തിലൊന്ന് വന്നൂടെ? പള്ളിന്റെ അയലോകത്തെ പെരിയിൽ ലയിച്ചിട്ടില്ല, സുബഹി വാങ്ങി കൊടുത്തിട്ടൊന്നും നീച്ചിട്ടില്ല. അയാള് വരുന്ന കൂലി ആ പെരിക്ക് ഇട്ടുകൊടുത്തിട്ട് ആ പള്ളിക്ക് വരണം. പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പോഴോ നേരം വെളുത്തിട്ടും നീച്ചാത്ത പെരക്കാർ, ഇവരൊക്കെ എന്ത് മുസ്ലിങ്ങളാ? ജമാഅത്തിന്റെ കൂലി ആ പെരീക്കും കൊടുത്താണ്ട് നമ്മൾ കയ്യും വീശിങ്ങനെ പെരി പോവാണ്. മറ്റുള്ളവരെ കുറിച്ച് ചെറുതായി കാണാം. കണ്ണുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അൻയൻദുറ അഖാഹുൽ മുസ്ലിമ ബിഐനിൽ ഇഹ്തിഖാർ, നിസ്സാരായിട്ട് കാണാൻ എല്ലാരും നിസ്സാരായിട്ട് കാണാം. അങ്ങനത്തെ ആളുകളുടെ അലാമത്തായി ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാള് വനതീജതുഹു അലൽ ലിസാനി അൻ യഖൂല അന വ അന വ അന, അയാൾ ഇങ്ങനെ അനമൗലിദ് ഓതും. ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ സെക്രട്ടറി ആയ കാലത്ത്, ഞാൻ പ്രസിഡന്റ് ആയ കാലത്ത് അങ്ങനെയാണ്. ഇപ്പൊ എന്താ അവസ്ഥ?
അയാൾ പ്രസിഡന്റായ കാലത്ത് എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ആ സംസാരം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ഞാൻ എന്ന് പറയുന്ന ആളുകൾ, ആ സംസാരം തന്നെ കിബറിന്റെ അലാമത്താണ്. അങ്ങനെ പറയാൻ പാടില്ല. ഞാനില്ലല്ലോ, ഞാൻ എന്താണ്, ഞാൻ അറിഞ്ഞ ആരാണ്, എനിക്ക് എന്ത് സ്ഥാനാണുള്ളത്, ഞാൻ ആരാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്താണ്, അവിടെ ഞാൻ ആരാണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ എന്താണ്, ഞാനും എൻ്റെ റബ്ബും മാത്രമുള്ള സ്പേസിൽ ഞാൻ ആരാണ്, അവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ ആരാണ്. വേറെ എവിടെയും എന്നെ കുറിച്ച് പറയണ്ട, കാരണം അതിന് മാത്രം നീ ഇല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്നാമതായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സലാസുൻ ദറജാത്ത്, പദവി ഉയർത്തുന്ന കാര്യങ്ങൾ. 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇഫ്ശാഉസ് സലാമി, സലാമിനെ വർദ്ധിപ്പിക്കുക, സലാമിനെ വ്യാപകമാക്കുക. എങ്ങനെ സലാം പറയേണ്ടത്? എങ്ങനെ സലാം പറയാ? അസ്സലാമു അലൈക്കും അല്ലേ? സലാം പറയാം. ഒരാൾ നമ്മോട് സലാം പറയുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് സലാം പറയാം. എന്താ ഈ സലാം പറഞ്ഞ എന്താ സാധനം? എന്താ സലാം പറയാ പറഞ്ഞാൽ? സലാം പറയാന്ന് പറഞ്ഞാൽ അതിന്റെ സത്ത എന്താണ്? ദ്വാരന്നോടുക്കല്ലേ, ഒരാൾക്ക് ദ്വാരന്നോടുക്കല്ലേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലാഹു തആലാന്റെ രക്ഷയും റഹ്മത്ത് കണക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി മറ്റൊരാളോട് പറയേണ്ട സംഗതിയാണ് സലാം. നമ്മൾ സലാം പറയലല്ല, പിന്നെന്താട്ടില് എറിയലാണ് അല്ലേ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ എത്ര ആൾക്കോട് പറയുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഇഷ്ടം പോലെ ആളോട് സലാം പറയും. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉസ് സുന്ന, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മോനാണ് സയ്യിദുന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. രാവിലെ ആയാലും അങ്ങാടിക്ക് ഒന്ന് ഇറങ്ങും. എന്തിനാ അങ്ങാടിക്ക് ഇറങ്ങണേ? അങ്ങാടിക്ക് ഇറങ്ങണതിനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം സലാം പറയലാണ്. കാണുന്നവരോടൊത്തൊക്കെ ചെന്ന് സലാം പറയും. നമ്മൾ സലാം വർദ്ധിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, ഈമാനില്ലാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ, പരസ്പരം ഇഷ്ടപ്പെടാതെ നിങ്ങൾ ഈമാനുള്ളവരാകില്ല. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും അഫ്ശുസ് സലാമ ബൈനകും സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിൽ കടക്കണോ? മുഅ്മിനീങ്ങളാവണോ? പരസ്പരം സ്നേഹം വേണം. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കണോ? അഫ്ശുസ് സലാമ ബൈനകും. സഹാബത്ത് 2 ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോ രണ്ടാളെ ഇടയിൽ ഒരു മരം വന്നാൽ, വഴിയിലൊരു മരം ഉണ്ടായാൽ ആ മരത്തെ കവർ ചെയ്ത് വീണ്ടും കാണുമ്പോൾ വീണ്ടും സലാം പറയും. സലാം പറയാൻ ഓരോ വകുപ്പുണ്ടാക്കും സഹാബത്ത്. നമ്മൾ ഉമ്മാനോട് സലാം പറയും, ഭാര്യയോട് സലാം പറയും, മക്കളോട് പറയും. ഈ പറയുന്ന സമയത്തൊക്കെ എത്ര ആളുകളുടെ മനസ്സിൽ മോനോട് പറയുമ്പോൾ മോനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ സലാം എൻ്റെ മോനെ നിനക്കുണ്ടാവട്ടെ. ബാപ്പാനോട് പറയുമ്പോൾ ഒരു നല്ല വിഷയത്തിന് പോയി ഇറങ്ങിപ്പോകുമ്പോൾ ബാപ്പന്റെ കൈ പിടിച്ചാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാണ്. അപ്പൊ ബാപ്പാക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ, സലാം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ മനസ്സിലുണ്ടാവലുണ്ടോ? ഭാര്യയോട് പറയാൻ, ജോലിക്ക് പോകുന്ന ഭർത്താവ് ഭാര്യയോട് സലാം പറയാൻ, ഞാൻ എന്താ പോവാണ്, അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് സലാം പറയലുണ്ടോ? നമ്മള് ഉണ്ടോ? അങ്ങനെ ഒന്ന് സലാം പറഞ്ഞു നോക്കി, വീട്ടിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഉള്ളൊരു പരാതി എന്താണ്? ഉപ്പാനെ മക്കൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല, ബാപ്പനെ വലിയ മക്കൾ തീരെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. ഇനി വേണ്ട പോലെ സലാം പറയണില്ലല്ലോ.
വേണ്ടതുപോലൊരു സലാം ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ ബാപ്പയും മകനും മക്കളും മാതാപിതാക്കളും പറഞ്ഞിട്ട് കാലത്രായി. നമ്മൾ സലാമോട് എറിഞ്ഞെടുത്താണ്ട് പോവാണ്. ആ സ്വഭാവം നമ്മളിൽ നിന്ന് മാറണം. എല്ലാവരും മനസ്സറിഞ്ഞ് ഇങ്ങോട്ട് സലാം മടക്കുന്ന ആളെ മനസ്സിലുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറയുമ്പോ ഞാൻ സലാം പറയുന്ന ആൾക്ക് അള്ളാഹുവിന്റെ സലാമത്തുണ്ടാവണം എന്ന മനസ്സിൽ നല്ല നിയ്യത്ത് വേണം. അതിന് വലിയ പ്രതിഫലമുണ്ട്. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധമാണെന്ന് കേട്ടില്ലേ? അതിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണത്. ഒന്ന് സലാം മടക്കോ നിങ്ങളൊക്കെ? ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സലാം മടക്കോ? ഞാനൊന്ന് സലാം പറയാ, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പറ്റൂലേ? എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സലാം പറയണേ. അപ്പൊ നിങ്ങൾ മടക്കുമ്പോഴോ സലാം പറഞ്ഞ ആൾക്കും ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും മലായിക്കത്തിന്റെ ഇവിടെ ദിക്റിന്റെ മജ്ലിസാണ്, മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ മഹത്തുക്കളുടെ അർവാഹുണ്ട്, ബദരീങ്ങൾ അർവാഹുണ്ട്. എല്ലാവർക്കും സലാമത്ത്. ഒന്ന് മനസ്സറിഞ്ഞ് സലാം പറഞ്ഞു നോക്കി, മനസ്സ് തെളിയും നമ്മുടെ. സലീം, ഹൃദയം സലീമായ ആൾക്കാരല്ലാതെ പടച്ചോന്റെ അടുത്തേക്ക് എന്നിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാവട്ടെ. അപ്പൊ ഒരു സലാം പറയാണ്, ഒരു ഇബാദത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴും ചിലവര് മനസ്സിലാക്കി തരും തമാശയാണെന്നാ. തമാശയല്ല, കുറെ ആൾക്കാരും ഉണ്ടാകുന്നൊക്കെ ഇയാള് തമാശ കുട്ടിയോട് കളിച്ചാണ്. തമാശയല്ലത്, ഇത് തമാശയല്ല. സലാം ശരിക്കും പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ ഹൃദയം നന്നായിരിക്കും. അയാൾ ആരോടൊക്കെ സലാം പറയുന്നുണ്ടോ അവരുടെ ഹൃദയവും ഈ സലാമിന്റെ ബറക്കത്തുകൊണ്ട് നന്നാകും. ചില്ലറ സാധനമല്ല സലാം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ സലാം, ആ രക്ഷ, അതിങ്ങനെ കൈമാറുകയാണ്. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ഒരു കവചം തന്നെ ഈ അഭിവാദ്യമാണ്. ആദ്യം കാണുമ്പോ തന്നെ ദേഷ്യം പിടിച്ചു വരുന്ന ഒരാളോടും പുഞ്ചിരിച്ചാണ്ടൊന്ന് സലാം പറഞ്ഞു നോക്കി, അയാളെ ദേഷ്യം കുറയും. നമ്മളെ മറ്റേ സലാം പറ്റൂല, എറിയൽ പറ്റൂല. സലാം പറയുമ്പോ തന്നെ കൈ കൊടുക്കൽ, മുസാഫഹത്ത് സുന്നത്തുണ്ടല്ലോ അല്ലേ? മുസാഫഹത്ത് സുന്നത്തുണ്ട്. അതിലൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട്. മുസാഫഹത്ത് ചെയ്ത് ഒരാള് നമ്മളെ കൈ പിടിച്ചാൽ കൈ വലിക്കാൻ പാടില്ല എന്നാ. അയാൾ എപ്പോഴാണ് വിടുന്നത് അതുവരെ അവിടെ നിൽക്കട്ടെ. ആ സലാം അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും. ആ റഹ്മത്ത് അവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇഫ്ഷാ ഉസ്സലാം. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, സലാമിനെ വർദ്ധിക്കുക. മക്കൾ മദ്രസയിൽ പോകുമ്പോൾ എല്ലാവർക്കും സലാം കൊടുക്കണം. നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, ഓൽക്ക് തന്നെ എന്തൊക്കെയോ അത്ഭുതം തോന്നും. എന്താ ഉമ്മാക്ക് പറ്റിയത്, എന്താണ് വാപ്പാക്ക് പറ്റിയത്? വീട്ടിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഇന്നത്തെ ഈ മജ്ലിസിൽ വന്നിട്ട് ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ തന്നെ മുതലായി. സലാം റെഡിയാക്കുക. പറയുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു തന്നെ പറയാം. അസ്സലാമു അലൈക്കും എന്തെങ്കിലും ഒന്നും പറയരുത്. ഏതായാലും പറയാണ്, കൂലി കിട്ടണമെന്ന നിയ്യത്തിലാണ് പറയുന്നത്. അപ്പൊ അത് വൃത്തിയിൽ പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.